34, 33. അങ്ങനെ 0 ആകുമ്പോൾ നമ്മൾ ഏറ്റവും താഴെത്തും. ആ വൈബിനനുസരിച്ചുള്ള റൂട്ടായതുകൊണ്ട് നമുക്ക് അതൊന്നും ഒരു ദൂരമല്ല. ദ 7th ഹെവൻ എന്നല്ലേ വാൽപ്പാറ അറിയപ്പെടുന്നത്. ശരിക്കും ഒരു സ്വർഗം. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വാൽപ്പാറയിൽ നിന്ന് തിരിച്ചിറങ്ങി പോവാട്ടോ. അതായത് വാൽപ്പാറയിൽ നിന്ന് നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ മെയിൻലി നമ്മുടെ ആ ഒരു വാൽപ്പാറയിലെ ദ 7th ഹെവൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ചുരം ഉണ്ടല്ലോ, കിടിലൻ ചുരം, ആ ഒരു ചുരത്തിലുള്ള വിഷ്വൽസ് ആയിരിക്കും മെയിൻലി ഇന്നുണ്ടാവുക. ഞാൻ അതേ പെട്രോളെല്ലാം ഫില്ല് ചെയ്ത്, ഇവിടെ പെട്രോളിന് പ്രൈസ് ഡ്രോപ്പ് ആട്ടോ, 102 രൂപയുള്ളൂ ലിറ്ററിന്. ഏകദേശം 3:30 ആ ഒരു സമയം ആട്ടോ. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയാലേ നമുക്ക് പയ്യെ ഇരുട്ട് മുമ്പ് ഈ ഒരു ചുരം ഇറങ്ങാൻ കഴിയുള്ളൂ. ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് പതിയെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആ ഒരു സമയമൊക്കെ ആവും അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ പുറപ്പെട്ടെ. ആ ഒരു വാൽപ്പാറയുടെ ആ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൈക്കേഴ്സിനൊക്കെ കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ ആ ഒരു ചുരമായിരിക്കും. അവിടുത്തെ ഒരു എന്താ പറയുക, ആ ഒരു ഹെയർ പിൻ ബെൻസ്, ആ ഒരു സംഭവമെല്ലായിരിക്കും. അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യരുതെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. വാവ്, വിഷ്വൽ ബ്യൂട്ടി വന്നു ഗൈസ്. ഗൈസ് വിഷ്വൽ ബ്യൂട്ടി നോക്കിക്കേ. വാവ്, നൈസ് വേ ഗൈസ്. ജെറ്റ് റൈഡ് പോലെ ഇങ്ങനെ പോവാട്ടോ. അതായത് RC ഇതുപോലുള്ള വണ്ടിയൊക്കെ ആകുമ്പോൾ ഈ ഒരു വൈബായിരിക്കും ഞങ്ങൾക്ക്. വാവ്, ഇങ്ങോട്ടൊക്കെ ഏരോസ് കാണുന്നുണ്ട്. നമുക്ക് പൊള്ളാച്ചി എങ്കിടാ. ഞാൻ മാപ്പ് എടുക്കുന്നില്ല കേട്ടോ. മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബാണ്. അത് ഒന്നാമത് ഗ്ലൗ വയ്ക്കണം ഫോൺ എടുക്കണേൽ, മൊത്തത്തിൽ ഡിസ്റ്റർബൻസ് ഗൈസ്. അല്ലെ പിന്നെ ഹോൾഡർ കാണാമായിരുന്നു. ഇതന്നെ ആയിരിക്കും റൂട്ട്. നമ്മൾ മുമ്പ് വന്നപ്പോൾ ഒരു ചേച്ചീൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി ഒരു പാവം, നല്ല എന്താ പറയുക, നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അവർ ഏകദേശം 2 ചേച്ചിമാരുണ്ടായിരുന്നു, ഒരു ടിൻസ് പോലെ. നല്ല അടിപൊളി ഹോസ്പിറ്റാലിറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അന്ന് ആ ഒരു ഹോസ്പിറ്റാലിറ്റി. ഫുഡ് നമുക്ക് കൊണ്ടുവന്ന് വരുമ്പോഴും അതുപോലെ നമ്മളെ കൂടെ ഇങ്ങനെ വീട്ടിൽ നിന്ന് കഴിപ്പിക്കുമ്പോൾ ഇങ്ങനെ കഴിപ്പിക്കും. അവിടെ നിന്ന് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടുത്തെ ഒരു ഇഡ്ഡലിയൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, സ്പേസ് കുറവാണ്, സ്റ്റോറേജ് സ്പേസ് കുറവാണ്. 2 മണിയൊക്കെ ആയി കാണും കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചപ്പോൾ. വയറ് ഫുള്ളാണ്. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ കഴിയും തോന്നുന്നില്ല ഗൈസ്. ഒരു രക്ഷയില്ലാത്ത കിടിലൻ റോഡ്, അടിപൊളി റോഡ്. എനിക്ക് റോഡ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. നല്ല എന്താ പറയുക, തണുപ്പുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല മഴ പെയ്ത് തോർന്ന പോലുള്ളൊരു ഫീല്. റോട്ടിലൊക്കെ വെള്ളമുണ്ട്. കെയർഫുള്ളായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ ചുരത്തിലെത്തിയില്ലേ. ഓ, ഈ ഒരു ഹെയർ പിൻ ബെൻഡ് അന്നേ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹെയർ പിൻ ബെൻഡിൽ നമ്മൾ കയറ്റമുണ്ട്, അതുപോലെ ഇറക്കമുണ്ട്. അതാണ് വേറൊരു പ്രത്യേകത. അതേ കണ്ട 36. അപ്പോൾ 4 ഹെയർ പിൻ ബെൻഡ് നമ്മളിപ്പോൾ റൗണ്ട് അടിച്ച് കാണും.
അപ്പോൾ ഇനി അതിങ്ങനെ മൈനസ് ചെയ്ത് 40 0 ആവണം കേട്ടോ. 40-ൽ 36 ഇപ്പം. അപ്പോൾ ഇനി 35, 34, 33 അങ്ങനെ 0 ആകുമ്പോൾ നമ്മൾ ഏറ്റവും താഴെത്തും. അതായത് ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് അവിടെ, ആ ഒരു സ്പോട്ടിലെത്തുന്നതാണ്. ഗായ്സ് നോക്കിക്കേ, വ്യൂ നോക്കിക്കേ, എൻ്റെ അമ്മോ കിടിലം വ്യൂ ആട്ടോ ഇവിടുന്ന് അങ്ങോട്ട്. ഗായ്സ് ഇതാണ് ഞാൻ ആഗ്രഹിച്ച ആ ഒരു റൂട്ട്, ആ ഒരു ഇത് എങ്ങനെയുണ്ട് നിങ്ങൾ പറ കണ്ടിട്ട്. ആ ഒരു വ്യൂ, അതുപോലെ ആ ഒരു റൈഡ്, അത് ശരിക്കും പറഞ്ഞാൽ 100% നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടില്ല കേട്ടോ. അത് എനിക്ക് മാത്രം അതെനിക്ക് മാത്രം. നൈസായിട്ടുള്ളൊരു മഴയൊക്കെ വന്ന് പോയ ഫീലുണ്ട് ഇവിടെ കണ്ടിട്ട്. വാവ്, നമ്മളിപ്പം കംപ്ലീറ്റ്ലി കാടിനകത്തോട്ട് പ്രവേശിച്ചിരിക്കുന്നു. വരുമ്പോഴുള്ള ആ ഒരു ടൈപ്പ് അല്ല കേട്ടോ, അതായത് ഹാതിരപ്പള്ളി, മലക്കപ്പാറ, വാഴച്ചാൽ റൂട്ടല്ല ഇത്. അനദറാണ് ഗൈസ്, ഇത് ഒരു ഹിൽ ടൈപ്പാണ്, ചുരമാണ് ഗൈസ്, ഹെയർപിൻ ബെൻസ് ആണ് ഗൈസ്. വാവ്, ഇറക്കം വന്നു കഴിഞ്ഞാൽ നല്ല പെയിന് കൂടും. നമ്മളെ ലോഡ്, നമ്മളെ വണ്ടീൻ്റെ ഷേപ്പ് അങ്ങനെയാവും. കയറ്റാകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒന്ന് റിലാക്സ് ആവും. ഞാൻ ഇതുപോലുള്ള ബൈക്സിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു സംഭവമാട്ടോ പറയുന്നത്. വാവോ 30, ഇത് 30ാമത്തെ ഹെയർ പിൻ ബെൻഡ്. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ മറ്റേ സംഭവം കാണും. ഇല്ല, അതിന് ഇവിടെ എത്തിയിട്ടില്ല, അതിന് കുറച്ചുകൂടെ പോവേണ്ടതായിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് അറിയില്ല, അതാണ് ഫീല് ഗൈസ്. ഇനി ഇതെങ്ങാണ്ടാണോ മങ്കി ഫാൾസ്? അല്ല കേട്ടോ. ഇനി നമുക്ക് പോകാൻ വേണ്ടി ബാക്കിയുള്ളതെന്ന് പറയുമ്പം എന്തോ ഒരു വ്യൂ പോയിൻറ്റും ഒരു വായി കിട്ടാത്തൊരു പേരാണ്, അതുപോലെ ഒരു മങ്കി ഫാൾസ്. ആ ഒരു 2 സ്പോട്ടും കൂടെ നമുക്ക് ഈ ഒരു പോകുന്ന വഴിക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വാവ്, ഇതാണ് ഗൈസ് വാൽപ്പാറയുടെ ബ്യൂട്ടി. ബ്യൂട്ടി ഓഫ് വാൽപ്പാറ ഗൈസ്. എങ്ങനെയുണ്ട്? സ്വർഗാണ് ഗൈസ് ഇത്. 7th ഹെവൻ അല്ലേ വാൽപ്പാറ അറിയപ്പെടുന്നത്? ശരിക്കും ഒരു സ്വർഗം. സ്വപ്നം കാണും രാവുകളിൽ വാടാ, എങ്ങനെയുണ്ട് ഈ ഒരു സ്പോട്ട്? നമ്മളെ രാവിലെ കണ്ട ആ പിള്ളേർ ഇവിടെ ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. ഒരു ടീംസ്, ആ തണ്ടർബേഡൊക്കെ ഉണ്ടായിരുന്ന ടീംസ്, ഇതേ റോഡ് സൈഡിൽ ഈ ഒരു സംഭവം എന്താ പറയുക, തിണ്ട് കെട്ടിയ പോലെ ചെടി മുളച്ചിരിക്കുന്ന ഈ ഒരു സംഭവം കണ്ടില്ലേ?
ഒരുമിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളും അതിനിടയിൽ ഒരു അംഗമായിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞ ഒരു ഷോപ്പ് എത്താനായോ എന്ന് എനിക്ക് നല്ലൊരു ഡൗട്ടുണ്ട്. ഗൈസ് നോക്കിക്കേ, മഴ ചാറി തുടങ്ങിയിട്ടോ. തണുപ്പ് ശകലം കുറഞ്ഞു വരുന്നുണ്ട് താഴോട്ട് പോകും തോറും. പക്ഷേ ചൂട് ഫീലൊന്നുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷന്. അയ്യോ 15 ഹെയർപിൻ ബെൻഡ് എന്ത് പെട്ടെന്നാലേ. 35 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മേളിൽ നിന്ന് കയറ്റം പോലെ കയറി വന്ന് 15 ഗൈസ്. എന്ത് പെട്ടെന്നാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളിതേ ഇറങ്ങിക്കൊണ്ടിരിക്കണ്. അപ്പോൾ ഇനി ഏകദേശം 4 ഹെയർപിൻ ബെൻസ് കൂടി ഉണ്ട്. ദേ കണ്ടോ പൊള്ളാച്ചി 30 കിലോമീറ്റർ ഉണ്ട് പൊള്ളാച്ചിയിലോട്ട്. അപ്പം അത്രയ്ക്കും ഉണ്ട് ഓടാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് ആ വൈബിനനുസരിച്ചുള്ള റൂട്ടായതുകൊണ്ട് നമുക്ക് അതൊന്നും ഒരു ദൂരമല്ല. പിന്നെ കയ്യിൽ RC ആണുള്ളത്. 30 കിലോമീറ്ററൊക്കെ ദേ പൊട്ട് പോലെ അങ്ങ് എത്തും. അവിടെ ദൂരം കവർ ചെയ്യാനുള്ളതൊന്നുമല്ല, പക്ഷേ ഈ ഒരു വൈബ് അത് കിട്ടില്ല ഗൈസ്. അത് ഇവിടെ തന്നെ കിട്ടുള്ളൂ. ഈ ഒരു ഹെയർപിൻ ബെൻഡ് 4 ഉള്ളൂ. അതാലോചിക്കുമ്പോഴാണ് അത് കഴിഞ്ഞ് കുറച്ച് ദൂരം നമുക്ക് ആ ഒരു ഫോറസ്റ്റിലൂടെ പോകാൻ വേണ്ടിയിട്ടുണ്ട്. അത് നല്ല രസമായിരിക്കും. ഗൈസ് നമ്മുടെ മൈക്കിൻ്റെ ആ ഒരു സംഭവം നോയ്സ് റിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമുണ്ട്. വിൻഡ് നോയ്സ് റിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പഞ്ഞി പോലുള്ള സംഭവം അത് മിസ്സായി ഗൈസ്. അതെവിടെയോ ഊരിപ്പോയി ഈ ഒരു ട്രിപ്പിൽ. അത് മാത്രമായിട്ട് ഇനി കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല. നമ്മുടെ ബോയ M1 അടിച്ചു പോയി ഗൈസ്. ഈ സോളോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക പോയി ശീലമാണോ, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു രസം മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പറയുമ്പോൾ പുറത്തുനിന്ന് പറയാൻ സുഖമായിരിക്കും രണ്ടും. സോളോ ട്രിപ്പിൻ്റെ ആ ഒരു കിക്കുണ്ട്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സോളോ തന്നെ പോകത്തുള്ളൂ. രസമാണ്. സംഭവം ത്രില്ല കേട്ടോ ഈ ഒരു റൂട്ട്. ഇനി ആ ഒരു ഹെയർപിൻ ബെൻസ് ഒക്കെ കഴിഞ്ഞ പോലെ ഫീൽ ആവുന്നുണ്ട്. ഇനി ആ ഒരു ഫോറസ്റ്റിനുള്ളിൽ കൂടെയുള്ള ഒരു വഴിയാണ് കുറച്ച് ദൂരം.
ഗായ്സ് അങ്ങനെ ഫൈനൽ ഔട്ട് എത്തിയിട്ടു. അതായത് ലാസ്റ്റ് എൻഡിങ് ആയി. ഇവിടെ നിന്നായിരുന്നു നമ്മളന്ന് എൻ്ററായേ. സ്പ്ലെൻഡറായിട്ട് വന്ന് ഇതിലിങ്ങനെ വന്ന് ഇവിടുന്ന് എൻ്ററായി നേരെ പോയേക്കുമായിരുന്നു ഗൈസ്. എല്ലാ വൈബും തീർന്നു ഗൈസ്. അതായത്